ബിഗ് ബോസിന്റെ ചരിത്രത്തിൽ തന്നെ ഇങ്ങനൊരു റീ എൻട്രി വന്നതായിട്ട് എനിക്ക് ഓർമ്മയില്ല. കാരണം ഇത്ര കലമ്പായിട്ടുള്ള ഒരു റീ എൻട്രിയും ഉണ്ടായിരുന്നില്ല. അതായത് വന്നപ്പോൾ തൊട്ടേ അലമ്പാണ്. സാധാരണ പുറത്ത് പോയ ആൾക്കാരൊക്കെ റീ എൻട്രി ചെയ്ത് വരുമ്പോൾ അവിടെ ഇവിടെയൊക്കെ ചെറിയ ചെറിയ തട്ടൽമുട്ടലൊക്കെ ഉണ്ടാവാറുണ്ടെങ്കിലും ഇത് ഒരു പരിധിക്കപ്പുറം പുറത്തത്തെ കാര്യങ്ങൾ മാത്രം പറഞ്ഞ് വഴക്കാതെ, അതിപ്പോൾ ശൈത്യാണെങ്കിൽ പുറത്ത് പോയതിനു ശേഷം സംഭവിച്ച കാര്യങ്ങൾ പറഞ്ഞ് അനുമോളുടെ അടുത്ത് വന്നതൊന്ന് വെളുപ്പിക്കാൻ വേണ്ടി കുറേ ശ്രമം നടത്തിയതുപോലെയും എല്ലാവരും അപ്പാനി ശരത്തായാലും ബിന്നിയായാലും അതേപോലെ മസ്താനിയും ബിൻസിയും തമ്മിലുള്ള പ്രശ്നം ഇതൊക്കെ അങ്ങനെയാണ്. എല്ലാം പുറത്ത് പോയതിനു ശേഷം അവരവരുടേതായ രീതിയിൽ കണ്ട കാര്യങ്ങളൊക്കെ വന്നിട്ട് ഇപ്പോൾ കൂടുതൽ പറഞ്ഞാൽ ഇവരൊക്കെ പെട്ടെന്ന് പോയ ആൾക്കാരൊക്കെ, പ്രത്യേകിച്ച് നമ്മുടെ മുൻഷിയൊക്കെ, അയാളൊക്കെ പോയത് ശരിക്കും പറഞ്ഞാൽ ആർക്കും ഓർമ്മയില്ല അദ്ദേഹത്തെ. ഫസ്റ്റ് വീക്കിൽ തന്നെ എവിക്റ്റ് ആയതുകൊണ്ടെന്ന് തോന്നുന്നു. അതുകൊണ്ട് തന്നെ അവിടെ എന്തെങ്കിലുമൊക്കെ ആവണം, അതായത് ആൾക്കാർ ഓർത്ത് നിൽക്കണം എന്ന് പറഞ്ഞ് ചുമ്മാതെ എന്തൊക്കെയോ അഭിപ്രായം കാട്ടിക്കൂട്ടുന്നത് പോലെയാണ്. സ്ക്രീൻ സ്പേസ് ഉണ്ടാക്കാൻ വേണ്ടി മാത്രം വന്നതുപോലെ, അല്ലെങ്കിൽ അവരുടേതായ കുറച്ച് കാര്യങ്ങൾ അവിടെ ക്ലിയർ ആക്കാനും അവരവരക്കായ രീതിയിലെല്ലാം ചെയ്തു തീർക്കാൻ വേണ്ടി മാത്രം വന്നതുപോലെ. അതായത് എൻജോയ് ചെയ്ത് എല്ലാവരും കൂടി എല്ലാം കഴിഞ്ഞു, ഗെയിം കഴിഞ്ഞു, എല്ലാം കഴിഞ്ഞു, ഇനിയുള്ള 2-3 ദിവസം കൂടെ എൻജോയ് ചെയ്ത് നിൽക്കാമെന്നുള്ളതിനപ്പുറം ചില ആൾക്കാരുടെ പ്രവൃത്തിയൊക്കെ കാണുമ്പോൾ അവർ സ്റ്റാർട്ടിങ്ങിൽ തൊട്ട് വന്നപ്പോൾ തൊട്ട് ഇതുപോലെയൊക്കെ നിന്നിരുന്നെങ്കിൽ ചിലപ്പോൾ ഇവിടെ കുറച്ചധികം കാലം നിന്നേനെന്ന് തോന്നിയ കുറച്ച് പേരൊക്കെ ഉണ്ട്. ശരിക്കും പറഞ്ഞാൽ അത്രയും നല്ല സമാധാനത്തോടു കൂടി പോയിരുന്ന ബിഗ് ബോസ് ഹൗസിലേക്ക് ഇപ്പോൾ എല്ലാവരും കൂടി വന്ന് തമ്മിൽ എല്ലാവരും കൂടി അങ്ങ് അലമ്പായതുപോലെയാണ്. ശരിക്കും പറഞ്ഞാൽ 7 പേര്, നമ്മുടെ അനുമോള്, നോറ, ആദില, അനീഷ്, ഷാനവാസ്, അക്ബർ, ഇവരൊക്കെ കുറച്ചും കൂടി ഇവരൊക്കെ നേരെ ഉണ്ടായിരുന്നു. നെവിൻ, ഇവരൊക്കെ കുറച്ചും കൂടി നേരെ ഈ പ്രശ്നങ്ങളൊക്കെ ഒഴിവായി സെറ്റായി നിന്നതായിരുന്നു. ഇതിനിടയിൽ എല്ലാം കൂടി വന്ന് അലമ്പാവുന്നതാണ്. ഇന്നത്തെ ലൈവിലൊക്കെ ആണെങ്കിൽ മസ്താനും ബിൻസിയും തമ്മിൽ ഉണ്ടാകുന്നുണ്ട്, അടി ഉണ്ടാകുന്നത്. ഇന്നലെ രാത്രിയാണെങ്കിൽ അതേപോലെ നമ്മുടെ ബിൻസിയും അനുമോളും അപ്പാനി ശരത്തും അങ്ങനെ എവിടേക്കാണ് പൊട്ടുന്നതെന്ന് നമുക്ക് പോലും മനസ്സിലാവുന്നില്ല. ഇനിയിപ്പോൾ മറ്റുള്ളവരൊക്കെ വരാനുണ്ട്. കൂടുതൽ ലൈവ് അപ്ഡേഷനുമായി കാണാം. നിങ്ങളുടെ അഭിപ്രായം കൂടെ താഴെ ടാഗ് ചെയ്യുക. എല്ലാവരും ചാനൽ സപ്പോർട്ട് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്യുക.